അതിശക്തമായ മഴയാണ് രാവിലെ മുതൽ തന്നെ ഇന്നലെ രാത്രിയിലുമൊക്കെയായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മഴയും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടലുമൊക്കെ ഭാഗമായി നിരവധി വീടുകളിലേക്ക് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ആകമാനം വെള്ളത്തിലാഴ്ത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കോട്ടയം കുമരകം റോഡ് ഏറെക്കുറെ മുങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. പല ഇല്ലിക്കൽ അടക്കമുള്ള ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന അറവുപുഴ ഭാഗത്താണ്. അറവുപുഴ ഭാഗത്ത് വലിയ തോതിലുള്ള വെള്ളം കുത്തി ഒലിച്ചു വരികയാണെന്നുള്ളത്. അതായത് ഒരു തോടിനൊക്കെ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ വെള്ളം കുത്തിയൊലിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. പുഴയിൽ നിന്ന് വെള്ളം കരയ്ക്ക് കയറുകയും വീടുകളിലേക്ക് അടക്കം കുത്തിയൊലിച്ചു വരികയാണ്. 2012 സമാനമായ രീതിയിലുള്ള വെള്ളക്കെട്ടാണ്, വെള്ളപ്പൊക്കമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പ്രതിച്ചേട്ടാ. വെള്ളം ഇന്നലെ രാത്രിയിട്ടാണോ ഇങ്ങനെ കയറി തുടങ്ങിയത്? ഇന്നലെ രാവിലെ മുട്ട് വെള്ളം കയറി തുടങ്ങിയതാണ്. മീനച്ചിലാറ് കരകവിഞ്ഞ് ഒഴുകുകയാണ്. 2018 ഭീകരമായ രീതിയിലുള്ള വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മീനച്ചിലാറിൻ്റെ കൈവഴിയായി നിന്ന് ഒഴുകുന്ന വെള്ളം മുഴുവൻ ഈ പ്രദേശങ്ങളിലേക്ക് തോട് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിലെ മുഴുവൻ വീടുകളിലും ഭീകരമായ രീതിയിൽ വെള്ളം മുഴുവൻ സാധന സാമഗ്രികൾ മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാ വർഷവും ഇതേപോലെ തന്നെയാണ് നമുക്ക് മീനച്ചിലാറ് കരകവിഞ്ഞ് ഒഴുകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റോ മാറേണ്ടി വരില്ലേ പെട്ടെന്ന്? ക്യാമ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പള്ളിയുടെ ഹാളിൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അധികൃത ഭാഗത്തു നിന്നൊന്നും യാതൊരുവിധ തിരിഞ്ഞു നോക്കുന്നുണ്ടായിട്ടോ ഒരു പ്രളയത്തെ ഏകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല ഇതേവരെ. കാരണം ഈ ക്യാമ്പ് സന്ദർശിക്കുകയോ ഈ ക്യാമ്പിൽ ആവശ്യമായ ഭക്ഷണം കൊടുക്കുകയോ അതുപോലെ തന്നെ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ലായിരുന്നു. വീട്ടിലേക്ക് വെള്ളം കയറിയോ? എൻ്റെ വീട്ടിലെല്ലാം വെള്ളം. ഇവിടെ അല്ല, ഈ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളിലും വെള്ളമാണ്. എൻ്റെ വീടത്തല്ല, വീട്ടിൽ പിള്ളേരെയൊക്കെ മാറ്റി ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അല്ലാതെ ചെറിയ കുട്ടികളെയും പ്രായമുള്ള വെള്ളം കൂടുമോ? ഇനിയും കൂടാനാണ് സാധ്യത. കാരണം പേട്ടയിലൊക്കെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിനനുസരിച്ച് വെള്ളം കൂടാനാണ് സാധ്യത. നമുക്കിതിന് ഈ വെള്ളം ഇങ്ങനെ വരാതിരിക്കുന്നതിന് ഈ മീനച്ചിലാറിൻ്റെ കൽക്കെട്ട് ഉയർത്തി കെട്ടി റോഡ് പൊക്കി ഈ ഫലപ്രദമായ രീതിയിൽ ഈ വെള്ളപ്പൊക്കം പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള തുടർ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. എല്ലാ വർഷവും നമ്മുടെ ഈ ഫർണിച്ചറുകളും അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇതിനു വേണ്ട അടിയന്തരമായ നടപടിക്രമങ്ങൾ MLAയും അതുപോലെ തന്നെ ഭരണകൂടവും ഇടപെട്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചേട്ടാ, ഒരു തോടൊക്കെ പുഴയൊക്കെ പോലെ വെള്ളം കുത്തിയൊലിച്ച് വരികയല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വലിയ കുത്തിയൊലിച്ചം കയറുവാണല്ലോ വീട്ടിലേക്ക്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും താഴത്തങ്ങാടി അറവുഴ ഭാഗത്തെക്കുറിച്ച് വളരെ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഈരാറ്റുപേട്ട പാലാ ഭാഗങ്ങളിലുള്ള ഉരുൾപൊട്ടൽ മൂലം അവിടുത്തെ വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ അതിശക്തമായ രീതിയിൽ ഈ നമ്മുടെ ഈ താഴത്തങ്ങാടി അറവുഴ ഭാഗങ്ങളിലേക്ക് കൂടുതൽ വെള്ളം പെട്ടെന്ന് എത്തിച്ചേരുന്നു. അവിടുന്ന് 1-2 മണിക്കൂറല്ല, ഒരു 4-5 മണിക്കൂർ കൊണ്ട് ഇറങ്ങുന്ന വെള്ളം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4-5 ദിവസങ്ങൾ ആണ് കിടക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഇവിടെ ഒരു മരണം ഉണ്ടായി. ഒരു ആംബുലൻസ് വന്നിട്ട് ആ വീട്ടിൽ എത്തിപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ സ്ട്രെച്ചറിൽ ആ മഴയത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് പ്ലാസ്റ്റിക് പടുതായിട്ട് മൂടി വളരെ ദുഷ്കരമായ രീതിയിലാണ് ആ ബോഡി കൊണ്ടുപോകാൻ സാധിച്ചത്. അത് വളരെയധികം ബുദ്ധിമുട്ടുകളല്ലാതെ ഉണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുഴയുടെ ഈ താഴത്തങ്ങാടി ആറിൻ്റെ കൽക്കെട്ട് ഒരു 3-4 അടി ഉയർത്തി കെട്ടി വേണ്ട രീതിയിലുള്ള സംരക്ഷണ ഭിത്തി ഉണ്ടാക്കി ഈ റോഡ് പൊക്കി ഉയർത്തി ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. തന്നെയാണ് ആളുകൾ വലിയ ആശങ്കയിലാണ്. വെള്ളം കുത്തിയൊലിച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളതാണ്. വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. എന്തും ചെയ്യാൻ ഇതിപ്പോ മൊത്തം വെള്ളം കയറിയോ? വീട്ടിലേക്ക് വെള്ളം കയറിയോ? വെള്ളം കയറിയില്ല. അവിടെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടോ? എന്താ അവസ്ഥ? മൊത്തം കയറുമോ? കയറുമായിരിക്കും. ക്യാമ്പിലേക്കോ മറ്റോ ബന്ധുവീടുകളിലേക്കോ മറ്റോ മാറുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഈ രീതിയിൽ വെള്ളം കൂടി മാറേണ്ടി വരില്ലേ? മാറേണ്ടി വരും. കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെ എത്ര വെള്ളം വന്നിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ വീടുകളിലേക്കൊക്കെ. അതായത് ആദ്യഘട്ടത്തിൽ മുൻവശത്തുള്ള വീടുകളിലൊക്കെ തന്നെ ഇതിനോടകം വെള്ളം കയറി കഴിഞ്ഞിരിക്കുന്നു. ഇതിന് അറ്റത്തേക്കുള്ള വീടുകളിലേക്കൊക്കെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ധാരാളം വാഹനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ വാഹനങ്ങളൊന്നും ഒരു തരത്തിലും പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം ഇവിടെ വെള്ളം ആ കുത്തിയൊലിച്ച് വരുന്ന ഭാഗത്ത്, അതായത് ഇതിലേക്ക് കയറി വരുന്ന ഭാഗത്ത് മൊത്തം വെള്ളം കുത്തി ഒലിച്ച് വരികയാണ്. അതിലൂടെ വാഹനങ്ങൾ എന്തായാലും പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. വീടിനുള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത്
വല്ലാത്ത ഒരു സങ്കടമുണ്ടാക്കുന്ന കാഴ്ചയാണ് എന്നുള്ളതാണ്. കാരണം വീടിനുള്ളിലേക്ക് മൊത്തം വെള്ളം ഇരച്ചെത്തിയിരിക്കുന്നു. ഇതിങ്ങനെ കയറി വരികയാണെന്നുള്ളതാണ്. വീടിനുള്ളിലെ സാധനങ്ങളും ഒക്കെ വെള്ളം കൊണ്ട് പൊക്കി വെക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇത് ഒരു വീട്ടിലെ കാഴ്ചയല്ല, ഈ പ്രദേശത്തുള്ള ഈ ചുറ്റുവട്ടത്തുള്ള ഈ റെസിഡൻസ് കോളനിയിലുള്ള ഈ നഗരമുള്ള എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിയിട്ടുണ്ട്, ഇരച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിങ്ങനെ നിൽക്കുന്നില്ല. അതായത് ഓരോ മണിക്കൂർ ഓരോ സമയം കഴിയും തോറും വെള്ളത്തിൻ്റെ അളവ് കൂടി വരികയാണ് എന്നുള്ളതാണ്. എന്തായാലും വലിയ ആശങ്കയിലാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ കഴിയുന്നത്. പലരെയും ഇതിനോടകം തന്നെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവർ ക്യാമ്പിലേക്കും ബന്ധുവീടുകളിലേക്കും ഒക്കെ മാറാനുള്ള ശ്രമമാണ്. പക്ഷെ അവർ ഇവിടുന്ന് പോകുന്ന സമയത്തും ഇവിടെയുള്ള സാധനങ്ങളും മറ്റ് ഉപകരണങ്ങളും ഒക്കെ ഇവിടെ നിൽക്കുന്നു. അതിൻ്റെ ഒരു ആശങ്ക അവരെ സംബന്ധിച്ചോളം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ വെള്ളം കൂടി വരികയാണെങ്കിൽ ഇപ്പോൾ പൊക്കി വെച്ചതൊന്നും പോരാതെ വരുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. കാരണം മുന്നോട്ട് പോകുന്തോറും വളരെ വേദന ഉണ്ടാക്കുന്ന കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണെന്നുള്ള നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ ടയറൊക്കെ ഇവിടെ മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഇവിടെ നിർത്തിയിട്ടതാണ്. രാവിലെ ആകുമ്പോഴേക്കും ഈ വണ്ടി മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വണ്ടി മുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം വെള്ളക്കെട്ട് എന്ന് പറയുന്നത് വലിയ തോതിലുണ്ടായിരിക്കുന്നു. പ്രായം ചെന്നവരുണ്ട്, കുട്ടികളുണ്ട്, നിരവധി ആളുകൾ ഇവിടെ തെങ്ങി പാർക്കുന്നുണ്ട്. ഇനി ഇവരെയൊക്കെ ഇവിടുന്ന് പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ ഡെങ്കി ബോട്ടും മറ്റും ഒക്കെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. കാരണം വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് കയറി വരികയാണ് പല ഭാഗത്തു നിന്നും. അതായത് നാല് വശത്തു നിന്നും വെള്ളങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സമയത്ത് തോടുണ്ട്, ആ തോട് നിറഞ്ഞു കവിഞ്ഞു. ഇവിടെ പുഴ നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് മീനച്ചിലാർ കര കവിഞ്ഞ് ഒഴുകുകയാണ് എന്നുള്ളതാണ്. എന്തായാലും വലിയ ആശങ്ക, വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പ്രദേശവാസികളൊക്കെ തന്നെ അനുഭവിക്കുന്നത്.